ഹരേ കൃഷ്ണ. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് വരികയാണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ 2026 എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം നിലവിൽ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2026 അസ്ട്രോളജിക്കൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ജീവിതം വിജയിപ്പിക്കണം എന്നുള്ളതാണ് അസ്ട്രോളജിക്കലി. അതിന് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കുംഭക്കൂർ ആയതുകൊണ്ട് അവിട്ടത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി, മുക്കാല്, ഇത്രയും ഉൾപ്പെട്ട കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നിലവിലിപ്പോൾ വളരെ നല്ല സമയമാണ്. കാരണം ഏഴരശനി തീർന്നു വരുന്നു. അതുകൊണ്ട് നമ്മൾ നാടൻ ഭാഷയിലൊരു ചൊല്ലുണ്ട്, ഈ ശനി ആദ്യകാലത്ത് കുറച്ച് കഷ്ടപ്പെടുത്തിയാലും പോണ പോക്കിൽ ഒരുപാട് വാരിക്കോരി സഹായിച്ചിട്ടേ പോകുന്നതാണ്. അതുകൊണ്ട് ഗുണകരമായ കാലമാണ്. ഇനി രണ്ടാമത്തേത്, 5 വ്യാഴം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വ്യാഴത്തിൻ്റെ അനിഷ്ടമൊക്കെ കുറേ വർഷമായിട്ടുണ്ടായിരുന്ന മാറി ഗുണകരമായ ഒരു വർഷമായിരുന്നു. ഈ 5 വ്യാഴം നമുക്ക് ഏകദേശം ഒരു ജൂൺ 2 വരെ നിൽക്കും. അത് കഴിയുമ്പോൾ 6 മാറുന്നത്. അതും വലിയ ദോഷം ചെയ്യത്തില്ല. അതിന് കാരണമുണ്ട്. ഉച്ചനായിട്ടാണ് മാറുന്നത്. ഉച്ചനായ വ്യാഴം എന്ന് പറയുമ്പം വ്യാഴം നമ്മളെ ഒരുപാട് സഹായിക്കും. അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ വ്യാഴൻ്റെ ഉച്ചബലം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയാം. എന്തായാലും ഇനി അങ്ങോട്ടുള്ള സമയം കുറച്ച് നല്ലതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അതുമാത്രമല്ല, വളരെ അപൂർവമായി കൂറിൽ ചതുർഗ്രഹ യോഗം നിൽക്കുന്ന സമയം. അത് വളരെ അപൂർവമായിട്ടുണ്ട്. ചതുർഗ്രഹ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വളരെ നമ്മളെ സഹായിക്കേണ്ട പോസിറ്റീവായിട്ടുള്ള 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുക. ആദിത്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, കൂടെ സർപ്പൻ ഉണ്ടെങ്കിൽ പോലും ഈ 4 ശുഭഗ്രഹങ്ങൾ, 4 ശുഭഗ്രഹങ്ങളെന്നല്ല, നമുക്ക് ഗുണം തരേണ്ട ഗ്രഹങ്ങളെന്ന് വേണം പറയാൻ. എല്ലാം ശുഭഗ്രഹങ്ങളായിട്ട് പറയില്ല. അപ്പോൾ ഈ 4 ഗ്രഹങ്ങളിൽ ആദിത്യൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ, സർക്കാർ, നമ്മുടെ പദവി, ഇതൊക്കെയാണ്. അപ്പോൾ കുംഭക്കൂറുകാരായ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർ, കലാകാർ, അതുപോലെ തന്നെ ചില എഴുത്തുകാർ, പൊതുപ്രവർത്തകർ, സ്പോർട്സിൽ ബന്ധപ്പെട്ടിരിക്കുന്ന, അങ്ങനെ പൊതുസമൂഹമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ പുതിയ സ്ഥാനമാനങ്ങൾ, ഉയർച്ച, അവസരങ്ങൾ ഇതൊക്കെ വന്ന് ജീവിതം ഒന്ന്, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പച്ച പിടിച്ച് തുടങ്ങുന്ന സമയമാണ്. അത് പ്രയോജനപ്പെടുത്തണം. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞ് ഏഴരശനി തീർന്നു വരികയാണ്. അപ്പോൾ ഏഴരശനി തീർന്നു വരുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദേശയോഗം, അതുപോലെ തന്നെ വിദേശത്തുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അതിലൂടെയുള്ള ഗുണങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ, പുതിയ ബന്ധങ്ങൾ, അതിലൂടെയുള്ള നേട്ടങ്ങൾ, ഇതെല്ലാം വരുന്ന സമയമാണ്. ഇനി മറ്റൊന്നുകൂടെ നമുക്ക് ആലോചിക്കാം. നമുക്കിപ്പോൾ 5 വ്യാഴം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ 5 വ്യാഴം, അപ്പോൾ സന്താനത്തിനെ കൊണ്ട് ഗുണവും, സന്താനത്തിന് ഉയർച്ച, ജോലി, സന്താനങ്ങളുടെ പരീക്ഷാ വിജയം, ഇതൊക്കെ കൊണ്ട് സന്തോഷിക്കാവുന്ന സമയം. ഇതെല്ലാം വരുമ്പോഴും കുംഭക്കൂറിൻ്റെ 7 കേതു നിൽക്കുന്നത്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ പിണക്കാതെ സൂക്ഷിക്കുക. വിവാഹം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ പാർട്ണർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളിൽ കുറച്ച് ക്ലാഷ് വരാവുന്ന സമയമാണ്. വിവാഹം ഡിലേ വരും. അപ്പോൾ ഈ വർഷം അത്തരം കാര്യങ്ങൾ നമ്മൾ കേതുവിൻ്റെ പ്രീതി നേടി മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ലാതെ പോകും. മാത്രമല്ല, നമ്മളിപ്പോൾ പാർട്ണർഷിപ്പിലാണെങ്കിലും നമ്മൾ നയപരമായിട്ട് ആൾക്കാരെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. എപ്പോഴും ഈ നമ്മളെ 7ാം ഇടം എന്ന് പറയുമ്പം നമ്മുടെ ലൈഫ് പാർട്ണർ മാത്രമല്ല, ബിസിനസ് പാർട്ണർ, അതുപോലെ തന്നെ നമ്മുടെ മേലധികാരികൾ, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവർ, ആത്മാർത്ഥമായി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ലൈഫിനെ വളർത്തിത്തരേണ്ടവർ, ഇവരെല്ലാം 7th ദിവസമാണ്. അവിടെ കേതു എല്ലാം മുറിച്ച് വിടുന്ന ആളാണ്. അപ്പം നമ്മുടെ കാര്യങ്ങളിൽ നിവൃത്തി അല്ലെങ്കിൽ ഗുണം വരേണ്ടതിനെ അതിൻ്റെ പീക്കിലെത്തുമ്പോൾ, അതിൻ്റെ ഒരു നമ്മൾ വളരെ അതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾ ആകുന്ന സമയമാകുമ്പോൾ ഇതങ്ങ് ബ്ലോക്കായി പോകും. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗണപതി പ്രീതി വരുത്തുക, അതുപോലെ തന്നെ ചാമുണ്ഡി പ്രീതി, ദേവി പ്രീതിയൊക്കെ വരുത്തി, ആറ്റുകാലമ്മയൊക്കെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകും. പിന്നെ ഏത് മതക്കാരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന മുടക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. സമയം പൊതുവിൽ നല്ലതാണ്. ഈ വർഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫീച്ചറിന് ചെയ്യാം. മാത്രമല്ല, ഈ നമ്മൾ
രണ്ടിൽ ശനി നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് പുതിയ വീട് പണി, വീട് വസ്തു ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളിലേക്ക് വരാനും വാഹനം വാങ്ങിക്കാനും ഒക്കെ സമയം നല്ലതാണ്. പുതിയ ചില പദ്ധതികൾ നമ്മളിലേക്ക് വരും. അതുപോലെ തന്നെ ഈ വരുന്ന ജൂൺ കഴിയുമ്പോൾ വേറൊരു പ്രത്യേകത ഉള്ളത്, പല വഴിയിൽ ധനത്തിനുള്ള മാർഗ്ഗങ്ങൾ തെളിഞ്ഞു വരും. അപ്പോൾ ധനത്തിനുള്ള മാർഗ്ഗം തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നമുക്ക് ഈ മനുഷ്യന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നുമില്ലാതിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വിഷമിച്ച് ദൈവത്തിനെ വിളിച്ചിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്ന് ചെറുതായി നടന്നൊന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരം എടുക്കുക. അത് പാടില്ല. കാരണം നമുക്ക് അഹങ്കാരം ഉണ്ടാക്കി തരേണ്ട ആൾ ചൊവ്വ നഷ്ടസ്ഥാനത്ത് നിന്ന് നോക്കുന്നു. നമ്മളെ നോക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ചൊവ്വ നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് നമ്മുടെ സഹായ സ്ഥാനാധിപനാണ്. അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെ പറയും, കർമ്മസ്ഥാനാധിപനാണ്. അപ്പോൾ ആ ചൊവ്വ ഒന്ന് മാറുന്നവരെങ്കിലും നമ്മൾ കുറച്ച് ഫ്യൂച്ചറിലേക്കുള്ള വരുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് വരുന്ന അവസരങ്ങളെ നമ്മൾ നയപരമായിട്ട് ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരോട് ഇപ്പോൾ പിണങ്ങാതെ നമ്മൾ എന്താ പറയുക, ധാർമ്മിക രോഷമൊന്നും പ്രകടിപ്പിക്കാതെ പോകുന്നവർ ജീവിതത്തിൽ വിജയിക്കും. എപ്പോഴും അസ്ട്രോളജി എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്, നമുക്കൊരു ഗൈഡ് ലൈനാണ്. ഒരു അസ്ട്രോളജറോ താന്ത്രികനോ വിചാരിച്ചാൽ നിങ്ങളെ ദോഷങ്ങൾ മാറ്റി വിജയിപ്പിക്കാനൊന്നും പറ്റില്ല. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഒരു സ്വസ്ഥമായ അവസ്ഥകളിലേക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തരാനും ഗൈഡ് ലൈൻ തരാനും പറ്റും. ബാക്കി നമ്മുടെ ദൈവാധീനം കൊണ്ട് യുക്തിയും ബുദ്ധിയും പ്ലാനിങ് കൊണ്ട് വേണം വിജയിക്കാൻ. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ഡോക്ടറെ കാണുന്നത് എന്തിനാണ്? അസുഖങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന്, അതായത് പൂർണ്ണമായി രോഗമുക്തമായ ഒരു വ്യക്തി ഈ ലോകത്തുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതിനെ നമ്മൾ മൈൽഡാക്കി ഒരു ശാന്തി തേടി അതിലൂടെ ഫ്യൂച്ചറിൽ രോഗം വരാതെ നമ്മൾ നമ്മുടെ ജീവിതചര്യ, അതുപോലെ നമ്മളെ ചിട്ടകൾ ഇതിലൊക്കെ മാറ്റം വരുത്തി വ്യായാമം ചെയ്തൊക്കെ പോയാൽ സുഖമായിട്ട് പോകുമെന്ന് പറഞ്ഞ പോലെ അസ്ട്രോളജിക്കലി സെയിം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യ പ്രാർത്ഥനകൾ, ദൈവാധീനം, യോഗ, മെഡിറ്റേഷനൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയും ഒപ്പം തന്നെ നമ്മൾ പോകുന്ന മാർഗങ്ങളിൽ അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാതിരിക്കുക, ധനപരമായി ആരെയും സഹായിക്കാതിരിക്കുക, അന്നദാനം മാത്രം നടത്തുക, സ്വന്തം കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയും വില കൽപ്പിച്ച് അതിന് പ്രാധാന്യം കൊടുത്ത് പോകുന്നവർ വിജയിക്കുക, അല്ലാത്തവർക്ക് പരാജയം വരും. ഇതാണ് അതിൻ്റെ ഒരു ടേംസ്. അപ്പം ഈ വർഷം വളരെ നല്ല ഗുണകരമായിട്ട് ഉപയോഗിച്ചാൽ തൊട്ടടുത്ത വർഷം 2027 ഈ വ്യാഴം ഇപ്പോൾ ജൂണിൽ ഞാൻ പറഞ്ഞില്ല 6ലേക്ക് മാറുന്ന ഉച്ചനായിട്ടുള്ളത് നല്ലതാണ്. അത് കഴിഞ്ഞ് 7ലേക്ക് 2027 മാറുന്നതും നിവൃത്തി സ്ഥാനം 7ലേക്കാണ് വരുന്നത്. കുറച്ചുകൂടി അതിൻ്റെ പ്രയോജനം അന്ന് കൂടുതൽ ഗുണം വരെയുള്ളൂ. തീർച്ചയായിട്ടും ഇനി വരുന്ന 2 വർഷം ജീവിതത്തിലെ ഏറ്റവും നമുക്കെന്താ പറയാം, ഗുണകരമാവുന്ന ഒരു വർഷങ്ങളാണ്. 7ര ശനി കൊണ്ട് അനുഭവിച്ച കഷ്ടതയൊക്കെ മാറി ജീവിതം ഒരു വളരെ നല്ല ഉയർച്ചയിലേക്ക് പോകുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തുക. ദൈവാധീനത്തോടെ ഇപ്പോഴേ ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയാൽ കഴിയും. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മെസ്സേജ് ഇടാം. അതുപോലെ തന്നെ ഞാൻ അധികം കോൾ അറ്റൻഡ് ചെയ്യാറില്ല. നിങ്ങൾ ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു, സബ്സ്ക്രിപ്ഷൻ ലൈക്ക് തന്ന് നമ്മളോടൊപ്പം ഒരു കുടുംബമായി സഹകരിക്കുന്നതിന് നന്ദി. തീർച്ചയായിട്ടും എന്നും ഉണ്ടാകും. പ്രപഞ്ചശക്തി ദേവിയുടെ പ്രാർത്ഥനയുണ്ട്. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. ഹരേ കൃഷ്ണ.